ഖത്തറിൽ 50 വർഷത്തോളം നീണ്ട പ്രവാസത്തിന് വിട പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയാണ് പത്തനംതിട്ട സ്വദേശിയായ എബ്രഹാം മാത്യൂസും കുടുംബവും. ദോഹയുടെ വളർച്ച കൺമുൻപിൽ കണ്ട മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങളുടെ ഉപ്പാപ്പൻ ഇവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. എക്സ് എയർഫോഴ്സ് ആയിരുന്നു അദ്ദേഹം. മനസ്സുവെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നതും. ഞാനും എൻ്റെ ബ്രദറും ഒന്നിച്ചാണ് ഞങ്ങളിവിടെ വരുന്നത്. അന്നൊന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല, എല്ലാം ബോംബെ വഴിയാണ് നമ്മൾ വരുന്നത്. ബോംബെ ഒരാഴ്ച താമസിച്ച് പിന്നെ അവിടുത്തെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട വളരെ ചുരുക്കമായിട്ടാണ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ കുമ്പനാട്, തിരുവല്ല ആ സൈഡിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഗൾഫിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. ഗൾഫ് മലയാളി ചെറുപ്പക്കാരുടെ സ്വപ്നഭൂമിയായിരുന്ന കാലത്താണ് അബ്രഹാം മാത്യൂസ് ഖത്തറിലേക്ക് ജീവിതം പറിച്ചു നടന്നത്. 1977 അന്ന് ദോഹ ഇത്ര വലിയൊരു നഗരമല്ല. കണ്ണെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന മരുഭൂമിയിലെ തീരെ ചെറിയൊരു മരുപ്പച്ച പോലൊരിടം മാത്രം. മാത്യൂസ് ദോഹയിലെത്തുമ്പോൾ ഇന്ന് കാണുന്ന ഐക്കണിക് ബിൽഡിങ്ങുകൾ പലതുമില്ല. ഷെറാട്ടൺ ഹോട്ടലിന്റെ പണി നടക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഇടമായി അന്നുമുണ്ട് സൂഖ് വാക്കിഫിലെ ബിസ്മില്ല ഹോട്ടൽ. ഷെറാട്ടൺ ഹോട്ടലിൽ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത്. അത് പിന്നെ 79-82 അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആകും. 82 അത് ഇന്നോവേറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ, ആദ്യത്തെ ഹോട്ടൽ. പിന്നീടാണ് മറ്റ് ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അന്ന് ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ടായിരുന്നു. ബിസ്മില്ല ഹോട്ടൽ, ഇവിടെ സൂഖ് വാഗ, അതിപ്പോഴും ഉണ്ട്. പിന്നെ അന്ന് നടത്തിയ അതൊക്കെ മരിച്ചു പോയ മക്കളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. സൂപ്പാൻ. പിന്നെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ചായ കുടിക്കാൻ നല്ലൊരു. പിന്നെ ടാക്സി സ്റ്റാൻഡ് എന്ന് പറയുന്ന റുമയിലൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ടാക്സി സ്റ്റാൻഡ് എന്ന് പറയുന്ന ടാക്സികളെല്ലാം അവിടെ വന്നാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും. അപ്പോൾ അവിടെ നമ്മുടെ ആൾക്കാരും പോയി ചായ കുടിക്കും. അങ്ങനെ ഉള്ള ചില ഹോട്ടൽ. പിന്നീടാണ് വലിയ വലിയ പല ഹോട്ടലുകൾ പിന്നീട് ഉണ്ടാവും. മാത്യൂസ് എത്തിയ കാലത്ത് ഒരു റിയാലിന്റെ മൂല്യം 2.5 രൂപ മാത്രമാണ്. നാട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. അന്ന് നമ്മുടെ ഖത്തർ റിയാലും ഇന്ത്യൻ റുപ്പീസുമായിട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു റിയാല് 2.5 രൂപയാണ്. ഇന്നത് 24 രൂപയാണ്. പിന്നെ സ്വർണത്തിനൊക്കെ അന്ന് ഇന്നത്തെ വിലയില്ല. അന്ന് വളരെ വിലക്കാണ്. ഒരു ഗ്രാമിന് ഇവിടെ ക്യൂറ്റൽ ഉണ്ട്, ഖത്തർ ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഊറിഡോ ആയിട്ട് മാറി. ഊറിഡോ ഖത്തർ ടെലികമ്മ്യൂണിക്കേഷൻ നമ്മളവിടെ പോയി ബുക്ക് ചെയ്യണം. ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്. ഒരു 5-8-10 റൂം കാണും. ക്ലോസ്ഡ് ആണ്. നമ്മൾ ഡോറൊക്കെ വെച്ച് അവർ പറയും ഇന്നടത്ത് നിങ്ങളുടെ കോൾ വന്നു. ഉടനെ നമ്മളവിടെ പോയി ഡോർ തുറന്ന് ആ റൂമിനകത്ത് നമുക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കാം. അങ്ങനെ അന്ന് വീടുകളിൽ നിന്ന് ഫോണൊന്നുമില്ല. നാട്ടിലോട്ട് വിളിക്കണമെങ്കിൽ നമ്മൾ ആ ഖത്തർ ടെലികമ്മ്യൂണിക്കേഷൻ ക്യൂറ്റലിൻ്റെ ഓഫീസിൽ പോകും. അവിടെ പോയി എന്നാൽ സംസാരിച്ചുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് ആ കോള് കണക്ട് ആകുമ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയും. അവർ പറയും നിങ്ങളുടെ റൂം നമ്പറിൽ പോയി. അന്ന് ദോഹയിൽ ചുരുക്കമാണ് മലയാളികൾ. നാട്ടിൽ നിന്നൊരു കത്ത് വരാൻ 10 ദിവസമെങ്കിലും എടുക്കും. മലയാളികളുണ്ട്, പക്ഷേ ചുരുക്കമാണ്. ഇന്നുള്ളതിൻ്റെ ഒരു എത്ര പെർസെൻറ്റ് പറയാൻ പറ്റും? ഒരു 20-25% അത്രയും ഒക്കെയോ. ഞാൻ വരുമ്പം ഇതിൻ്റെ പുറകിലെ വലിയ മുറ്റം തിരിച്ചിട്ടിട്ട് അതിനകത്ത് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചർച്ച് കോംപ്ലക്സ് IDCC എന്ന് പറയും, ഇന്റർ ഡിനോമിനേഷണൽ ചർച്ചസ്. എല്ലാ ചർച്ചസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് അപ്രൂവലോടുകൂടിയാണ് നമ്മൾ സ്ഥലം തന്നത്. അല്ല, അതിൽ ഒരു 8-9-10 ദിവസങ്ങളെടുക്കും. പിന്നെ അതിന് മറുപടി വരുമ്പോഴും ഏകദേശം മറുപടി ഒക്കെ കറക്റ്റായിട്ട് എൻ്റെ ഫാദറും മദറും ഒക്കെ കറക്റ്റായിട്ട് മറുപടി അയക്കും. അവരും ഞങ്ങളെ എങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു പിന്നെ ഇൻഫർമേഷനൊക്കെ അറിയാനായിട്ട്.
അവർ ഉടനെ തന്നെ റിപ്ലൈ ആയി. ആ പല കത്തുകളും ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ 79-ലാണ് ആദ്യത്തെ ലീവിന് പോകുന്നത്. അന്ന് പോയി മാരേജൊക്കെ അന്നേരം നടന്നു. എൻ്റെ ബ്രദറും ആ സമയത്ത് തന്നെ വലിയ ഗ്യാപ്പില്ല പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മാരേജ്. ബ്രദേഴ്സ് 2 പേര് അവരൊക്കെ മരിച്ചുപോയി. വിസയൊക്കെ ഫാമിലി വിസയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അന്ന് ഹൈലി ക്വാളിഫൈഡ്, അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് പിന്നെ അത് പ്രിഫർ ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ടെക്നീഷ്യൻസ്. അതൊക്കെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. ആയാലും ദൈവത്തിൻ്റെ കൃപ അതൊക്കെ സാധിച്ചു. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോട് മാത്യൂസിനും ഭാര്യ അന്നാമ്മക്കും ചിലത് പറയാനുണ്ട്. അതിങ്ങനെയാണ്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വന്ന വഴികൾ മറക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളിവിടെ വന്നതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാപ്പനാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത്. ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, അല്ലെ മറ്റ് രീതിയിലൊക്കെ വന്നവരായിരിക്കും. അന്നൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ വന്നവർ ആ വഴികൾ നമ്മൾ ഒരിക്കലും മറക്കാം. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളവരെ കാണുകയും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വേണം. 23-ാമത്തെ വയസ്സിൽ വന്ന ദോഹയൊക്കെ. ഇത്രകാലം അന്നം നൽകിയ നാടിനെ കുറിച്ച് ഇരുവരും പറയുന്നത് ഇങ്ങനെ. വളരെ പീസ്ഫുള്ളാണ് ഇവിടെ ജീവിതം. നമുക്ക് എവറിത്തിങ് ഈസ് അവൈലബിൾ. നമ്മൾ നമ്മുടെ ജോലിക്ക് പോവുക, ജീവിക്കുക, നമുക്ക് വളരെ പീസ്ഫുള്ളാണ്. അത് ഞങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 2 മാസം അല്ലെങ്കിൽ 3 മാസം തൊട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങളതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാക്കുന്നത്.